നിനക്കു നിഴലായി എന്നെ ഞാൻ ഒതുക്കി വച്ചതും നിന്നിലലിയാൻ മാത്രം ഞാൻ പിറന്നു എന്ന തോന്നൽ കൊണ്ടെൻ കനവേ. എന്തിനാ ഇങ്ങനെ ഒരു ആക്ട്? ഈ ഒരു സിറ്റുവേഷൻ അവൻ വളരെ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തേ. ചിലപ്പോൾ ഇതൊക്കെ നമ്മൾ മുന്നേ അറിഞ്ഞിരുന്ന അവന്റെ ഈ ഒരു പ്ലാന് തന്നെ നമ്മൾ സമ്മതിക്കില്ലായിരുന്നു. ഇനി അഥവാ സമ്മതിച്ചാൽ തന്നെ നമ്മുടെ പ്രഷർ കൂടത്തേ ഉണ്ടാവും. സോ ആരെയും എഫക്ട് ചെയ്യാത്ത രീതിയിൽ അവൻ വളരെ കൂളായിട്ടാ ഈ ഒരു കാര്യം ഹാൻഡിൽ ചെയ്തത്. അതും നിനക്ക് വേണ്ടി. അവൻ ഇതിനു വേണ്ടി എടുത്ത എഫേർട്ട് അതെനിക്ക് നന്നായി അറിയാം. പക്ഷെ നീയല്ലേ പറഞ്ഞു ഓഫീസിൽ വെച്ച് റൊമാൻസ് വേണ്ടാന്ന്? എന്നാലും ദാറ്റ് വാസ് റൂഡ് മാൻ. അറ്റ്ലീസ്റ്റ് നിനക്ക് അവനെ ഒന്ന് പ്രോപ്പറായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യെങ്കിലും ചെയ്യായിരുന്നു. അതവൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. എടാ, നിനക്ക് അറിയാഞ്ഞിട്ടാ അവന്റെ ഇന്നത്തെ ആ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് അവനെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യാനാ തോന്നി. പക്ഷെ നീ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ കൺട്രോൾ ചെയ്തത്. എന്നിട്ട് എന്നെ കുറ്റം പറയുന്നു? പിന്നെ ഞാൻ പറയുന്നതൊക്കെ അതുപോലെ കേൾക്കുന്നൊരു മുതല്. കിസ് പോലും അവനെ പ്രൊപ്പോസ് ചെയ്യാൻ കിടച്ചില്ലാത്ത നീയാ അവനെ കിസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് പോടാ. നീ നോക്കിക്കോടാ, വൈകാതെ തന്നെ ഞാൻ അവനെ പ്രൊപ്പോസ് ചെയ്യുകയും ചെയ്യും. അന്ന് തന്നെ ഞാൻ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് നടത്തും. ഇത് എന്റെ വാക്കാ, ഈ റൂബൻ മാത്യുവിന്റെ വാക്ക്. വെയിറ്റ് ആൻഡ് സീ മാൻ. എന്തിന്? നിന്റെ ഫസ്റ്റ് നൈറ്റ് കാണാനാണോ ഞാൻ വെയിറ്റ് ചെയ്യണ്ടേ? അയ്യേ, അതല്ല, എന്റെ പ്രൊപ്പോസൽ സീൻ കാണാൻ. ഓ അങ്ങനെ. അതിന് ഞാൻ വെയിറ്റ് ചെയ്യാം. മിക്കവാറും ഈ പോക്ക് പോവുകയാണെങ്കിൽ നീ എല്ലാം നടത്തി കാണിക്കും. എന്റെ ഗഡ്സ് കാരണം അവൻ ഒരാഴ്ച ബെഡിൽ നിന്ന് എഴുന്നേക്കില്ല. പിന്നെ ഇപ്പോഴേ പറഞ്ഞേക്കാം, ആ ടൈമിൽ എന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യരുത്. ഞങ്ങൾ രണ്ടുപേരും മിനിമം ഒരു 2 weeks എങ്കിലും ലീവായിരിക്കും. ഇവിടുത്തെ കാര്യമൊക്കെ നീ നോക്കിക്കോണം. അപ്പൊ ചിലപ്പോ എനിക്ക് പറയാൻ ടൈം കിട്ടിയെന്ന് വരില്ല. അതിനാ ഇപ്പൊ പറയുന്നത്. ഓ ശരി സർ. വെയിറ്റ്, അതിന്റെ ഇടയിൽ നീ നൈസായിട്ട് അവനെ നിന്റെ അസിസ്റ്റന്റ് ആക്കിയല്ലേ? അപ്പൊ പിന്നെ കാര്യങ്ങളൊന്നും കൂടെ നിനക്ക് എളുപ്പമായല്ലോ. നീ എന്നെ കുറിച്ച് എന്താ കരുതിയേ? പക്ഷെ അവനെ എന്റെ അസിസ്റ്റന്റ് ആക്കിയത് അതവൻ ഡിസേർവ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാ. 2 weeks ആയിട്ടുള്ളൂ അവനിവിടെ ജോയിൻ ചെയ്ത്. നീ പറഞ്ഞ പോലെ 0 എക്സ്പീരിയൻസ് ഉള്ള അവന്റെ ഇന്നത്തെ പെർഫോമൻസ് ലെവല് ഇവിടെ വർഷങ്ങളായി വർക്ക് ചെയ്യുന്നവരെക്കാൾ എത്രയോ ഭേദമായിരുന്നു. അവനോട് നോ പറയാൻ പറ്റാത്തതുകൊണ്ടല്ല അവൻ വന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഓക്കെ പറഞ്ഞത്. എനിക്ക് ഈ ഒരു പ്രൊജക്ട് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നും മിസ്റ്റർ ഹാനിന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്നും ഞാൻ തന്നെ അവനോട് പറഞ്ഞിട്ടുള്ളതാ. സോ അവൻക്കത് ആദ്യമേ അറിയാം. ഒരിക്കലും എന്റെ കാര്യത്തിൽ നീ പറഞ്ഞ പോലെ കുട്ടികളെ കളിക്കില്ല. ഒരു ലവർ ആയിട്ടല്ലേലും ഇന്ന് അവന്റെ ലൈഫിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണ് ഞാൻ. അതെനിക്കറിയാം. ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ അവൻ എനിക്ക് വേണ്ടി എത്രത്തോളം എഫേർട്ട് എടുക്കുമെന്നത്. അവൻ വന്ന് പറഞ്ഞപ്പോ അവന്റെ കണ്ണുകളിലുണ്ടായിരുന്നു ഞാൻ ഇന്നേ വരെ കാണാത്ത ഒരു പ്രൊട്ടക്റ്റീവ് പവർ. നീ എന്റെ ചെക്കനോട് ഡയലോഗ് അടിക്കുമ്പോഴും താഴ്ത്ത് സംസാരിക്കുമ്പോഴും എനിക്ക് ദേഷ്യം വരാഞ്ഞിട്ടല്ല, അതിനുള്ള മറുപടി അവൻ തന്നെ തന്നോളെന്ന് അറിയാവുന്നത് കൊണ്ടാ. നീ ഈ കാണുന്ന ഒരു പാവം പിടിച്ച് എഴുതിയല്ല അവൻ. അവൻക്കൊരു ഡബിൾ സൈഡ് കൂടിയുണ്ട്, എ സ്ട്രോങ് സൈഡ്. അതെങ്ങനെ നിനക്കറിയാം? അവൻ ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി അന്ന് മുതൽ ഇന്ന് വരെ എന്റെ കൂടെയാണ്. പിന്നെ മനസ്സിലാവാതിരിക്കോ? സോറിടാ ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞതിന്. നീ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ടും നീ അവനെ നിന്റെ ബ്രദറിനെ പോലെ കാണുന്നതെന്നുള്ളത് കൊണ്ടും നിനക്ക് ഈ കമ്പനി എന്നെ പോലെ ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാവുന്നത് കൊണ്ടും മാത്രമോ ഇപ്പൊ നീ എന്റെ മുന്നിൽ നിൽക്കുന്നത് പോലും. അല്ലേലുണ്ടല്ലോ എന്റെ ചെക്കനെ സങ്കടപ്പെടുത്തിയത് ആരാണേലും പിന്നെ അവൻ എന്റെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ധൈര്യം കാണിക്കില്ല. ഓ അറിയാവേ, ആൻഡ് ഐ നോ ഞാൻ കുറച്ച് റൂഡായി പോയെന്ന്. സാരമില്ല, ഇനി എപ്പോഴേലും അവനോട് പ്രോപ്പറായി ഒരു സോറി ചോദിക്കണം. എന്തായിരുന്നു മീറ്റിംഗ് ഹാളില് എന്റെ മോനെ സീന്. ഞാൻ ശ്വാസം കൈ പിടിച്ചാ നിന്നെ, പക്ഷെ നീ അയാളായിട്ട് വറുത്തു. എനിക്കതല്ല, ഇനി ബോസ് എന്താ പറയാനാ? അയാൾ എന്നെ ബാക്കി വെച്ചാ മതിയായിരുന്നു. അത് പറഞ്ഞപ്പോഴാ എബി എന്താ ബോസ് പറഞ്ഞേ? നിന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. ഞാൻ ചെയ്തത് നല്ലതാന്ന് പറഞ്ഞു. പക്ഷെ ഈ കാര്യങ്ങളൊന്നും മുൻകൂട്ടി പറയാത്തതിന്
എന്നെ വഴക്കും പറഞ്ഞു. ഇനി അങ്ങനെ ഒന്നും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതെന്നും പറഞ്ഞ് ഒരു വാണിങ്ങും തന്നു. അയ്യോ സർ, ജാപ്പനീസ് പ്രോജക്ട് ടീമിനെ എല്ലാവരെയും അർജന്റായി മീറ്റിംഗിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് പറയാനും വിട്ടുപോയി. ഞാൻ എന്തായാലും പോയി ഒന്ന് ഇൻഫോം ചെയ്യട്ടെ എല്ലാവരെയും. എന്നിട്ടാണോ ഇവിടെ വായി നോക്കി നിന്നത്? നീ പോടാ. ആ പിന്നെ ഇപ്പൊ തന്നെ സാറിന്റെ ക്യാബിനിലോട്ട് ചെല്ല്. Sorry, sir. I don't want your sorry. I want an explanation. I give you 2 months for this project. You all know how much important this project for the company. Still, you are irresponsible. It's good that Abby made it on time. Otherwise, what could have happened? Learned something from him. He did it in just few days, even being a newbie with zero experience, and you all working on this company for years with experience. I have not expecting this from you guys. This is the last warning. If you ever did this again, I will fire you. And from now on, Abby will be handling this project, and also he is my new assistant too. So that's it. Go to your work. പോകുന്നില്ലേ? സർ, ആർ യു ഓക്കെ? നീ ചെല്ല്, ഞാൻ ഓക്കെയോ? നീ ഇത്രയൊക്കെ ഹാർഷായി പറഞ്ഞിട്ടും കണ്ടോടാ അവനക്ക് നിന്നോടുള്ള കെയർ. നീ അത് കാണുന്നല്ലേ ഉള്ളൂ. അത് ഡെയിലി അനുഭവിച്ചറിയുന്ന എന്നോടോ? പിന്നെ ഇതെല്ലാം I can wait up. ഡാ, നിന്റെ സെലക്ഷൻ കൊള്ളാം. അങ്കിൾ അവനെ കണ്ടോ? കണ്ടോന്നോ? അവൻ എന്നെ ഇന്ന് മീറ്റിംഗ് ഹാളിലിട്ട് പൊരിച്ചു. ആര്? എബിയോ? അവൻ തന്നെ. ഇന്ന് പ്രൊജക്ട് പ്രസന്റ് ചെയ്തത് അവനായിരുന്നു. നീയല്ലേ പറഞ്ഞേ അവനൊരു പാവാണെന്ന്? നീ പറഞ്ഞതുപോലുള്ള ഒരാളെയല്ല ഞാൻ ഇന്ന് അവിടെ കണ്ടത്. എ സ്മാർട്ട്, ബോൾഡ് ആൻഡ് ബ്രില്യന്റ് ഗായ്. അങ്കിൾ എബിയെ തന്നെയാണോ കണ്ടേ? നീ ഓൾറെഡി എനിക്ക് ഫോട്ടോ കാണിച്ചു തന്നല്ലേ, സോ എനിക്കറിയാം അത് അവൻ തന്നെയാ. അല്ല, അപ്പൊ ആ പ്രൊജക്ട് അവൻക്ക് കിട്ടിയോ? പിന്നെ കിട്ടാതെ ഇന്ന് നിന്റെ എബിയുടെ ചോദ്യത്തിന് മുന്നിൽ എനിക്ക് വാ അടയ്ക്കേണ്ടി വന്നു. അതിലുപരി അവൻ എന്റെ ഹിസ്റ്ററി മൊത്തം പഠിച്ചിട്ടാ ആ മീറ്റിംഗിന് പ്രിപ്പയർ ആയതെന്ന് തോന്നുന്നു. അത് കളിക്ക്. കറക്റ്റ് പോയിന്റ് അവൻ പറഞ്ഞു. ഒരു എത്തിക്സും ഇല്ലാത്ത നിങ്ങൾ അവരുടെ എത്തിക്സിനെ ചോദ്യം ചെയ്യാൻ പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. എന്നിട്ടിപ്പോ എന്തായി? ഈ പ്രൊജക്ട് റൂബന് കിട്ടില്ലെന്നും പറഞ്ഞ് പോയ ആളാ അതും അക്സെപ്റ്റ് ചെയ്ത് പോന്നേക്കുന്നു. അല്ലേലും എനിക്കറിയായിരുന്നു ഈ പ്രൊജക്ട് അവൻ തന്നെ കൊണ്ടുപോകുന്നു. ഞാൻ ഓൾറെഡി അവന്റെ മാനേജിംഗ് ടീമിനെ വെച്ചിട്ട് വർക്ക് ഒന്ന് ഡിലേ ആക്കിയായിരുന്നു. അങ്ങനെ ചെയ്ത ഈ പ്രസന്റേഷനകത്ത് നല്ല രീതിയിൽ നടക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. എന്റെ ചെക്കനിടയിൽ കയറിയതുകൊണ്ടാ അവന്റെ ഒരുമാതിരി ചോദ്യം. അവനില്ലേ ഇന്ന് ആ പ്രൊജക്ട് അവർക്ക് കിട്ടില്ലായിരുന്നു. ഓ പിന്നെ അതെ, അത് റൂബനാ. ഇനി ആരൊക്കെ ഇല്ലേലും അവനൊരു കാര്യത്തിന് ഇറങ്ങിയിട്ടുണ്ടോ അത് നേടിയെടുത്തിരിക്കും അവൻ. അതിനൊരാളുടെ സഹായവും അവനക്ക് വേണ്ടി വരില്ല. അവൻ ഒറ്റക്ക് മതി. എപ്പോ മുതലാ നിന്റെ എനിമിയോട് നിനക്ക് ഇത്ര സ്നേഹം വന്നേ? സ്നേഹം കൊണ്ടല്ല, ഒന്നുമില്ലേലും സ്കൂൾ ടൈം തൊട്ട് എനിക്കറിയാവുന്നതല്ല അവനെ. ഒരു 100 പേര് അവൻക്കെതിരെ വന്നാലും ചങ്കുറ്റത്തോടെ അവരെ നേരിടാനുള്ള അവന്റെ ഒടുക്കത്തെ ഒരു കോൺഫിഡൻസ് ലെവലുണ്ട്. എന്റെ പൊന്നോ, അതിനിപ്പോ അവൻ എന്റെ ശത്രു ആയാലും സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ആ കോൺഫിഡൻസ് ലെവല് അത് അവന്റെ തള്ളയുടെയോ? ബിസിനസ് ടൈക്കോണ മകൾ
ഇൻഡസ്ട്രിയിൽ കത്ത് നിന്ന ടൈമിൽ പല കോൺട്രവേഴ്സീസും അവളുടെ റിലേഷനെ കുറിച്ച് വന്നിട്ടുണ്ട്. അവനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാനാ പറഞ്ഞു. കരിയർ വരെ നഷ്ടപ്പെടുന്ന സിറ്റുവേഷനിലും അവൾ അതിനൊന്നും വില കൽപ്പിക്കാതെ അവളുടെ തന്തയുടെ ഒന്നും 7 അയൽവക്കത്ത് പോലും വരാൻ യോഗ്യതയില്ലാത്ത ഒരു കോൺട്രാക്ടറുടെ മോനം കെട്ടി ഇയാളെ ഞാൻ കഷ്ടപ്പെട്ട് പിന്നാലെ നടന്ന് വളച്ചു കിട്ടിയതാണെന്നും നിങ്ങൾ എന്ത് വേണേ പറഞ്ഞു അതൊന്നും എനിക്കൊരു വിഷയമല്ലെന്നും എനിക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കുമെന്നും എന്റെ കരിയറിനേക്കാളും വലുത് എന്റെ ഹസ്ബൻഡാണെന്നും പബ്ലിക്കായി അനൗൺസ് ചെയ്ത മുതലാത്. എന്നിട്ട് എതിർത്ത് നിന്നവരുടെയും അവരുടെ കസിൻ ബ്രദറായ നിങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ കമ്പനി പിന്നിലാക്കി മാത്യു സാറിന്റെ കമ്പനി ഇന്ന് ഈ ലെവലിലെത്തി. അത് അയാളുടെ ഹാർഡ് വർക്കും അതിന്റെ കൂടെ ആന്റിക്ക് അയാളോടുള്ള ട്രസ്റ്റും കൂടെയാണ്. അതുകൊണ്ടല്ലേ ഇന്ന് അവര് ഹാപ്പിയായി ജീവിക്കുന്നത്. ഇവൻ അവരുടെ ഫാമിലി പോലും അവരെ അംഗീകരിച്ചേ. എന്നിട്ടും അവൾക്ക് അഹങ്കാരമല്ലേ. അതുകൊണ്ടല്ലേ അവളുടെ പാരന്റ്സ് വിളിച്ചിട്ടും അവൾ അവിടെ പോയി നിൽക്കാതെ. അത് അഹങ്കാരമല്ല, സെൽഫ് റെസ്പെക്റ്റാ. ഒന്നുമില്ലാത്ത സമയത്ത് അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് എല്ലാം ഉണ്ടായപ്പോ വന്ന് ക്ഷമിക്കുന്നതിൽ എന്താ കാര്യം? ആന്റി അവരോട് ക്ഷമിച്ചില്ലേ? ഇടക്ക് പോയി കാണുന്നുണ്ട്. അത് തന്നെ അവരവരോട് ചെയ്യുന്ന നന്മയാ. ഈ വല്ലാണ്ടങ്ങ് അവരുടെ സൈഡ് പിടിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്കറിയാലോ, അറിയാലോ, ഷീസ് മൈ റോൾ മോഡൽ. ഷീസ് എ സ്ട്രോങ് ലേഡി ഐ ഹാവ് എവർ സീൻ. ആന്റിയുടെ മകനോട് എനിക്ക് ദേഷ്യമുണ്ടെന്ന് കരുതി ആന്റിയോടുള്ള എന്റെ റെസ്പെക്ടിന് ഒരു മാറ്റവും വരില്ല. മതി മതി ആന്റിയെ പൊക്കിയത്. കേറ്. ഇതെന്താ ഇന്ന് ഇവിടെ വന്നേ? ഇന്ന് നമുക്ക് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാം. ആ, നിനക്ക് പുറത്തുനിന്ന് കഴിക്കുന്നത് ഇഷ്ടമല്ലേ? ഇഷ്ടമാ, പക്ഷെ എന്താ പെട്ടെന്ന്? ഇന്ന് മീറ്റിംഗ് ഹാളിലുള്ള നിന്റെ പെർഫോമൻസ് that was very good. So this is my treat to get that project. ആൻഡ് ഓൾസോ നമ്മൾ ഇന്ന് നീ പറയുന്ന പ്ലേസ് ഒക്കെ കറങ്ങിയിട്ടേ വീട്ടിൽ പോകുന്നത്. നിനക്കല്ലേ നൈറ്റ് കറങ്ങാൻ പോകാൻ ഭയങ്കര ആഗ്രഹം? സത്യമായിട്ടും? സത്യമായിട്ടും. എങ്കിൽ വിട്ടോ, എനിക്കിവിടെ ഒരുപാട് സ്ഥലം കാണണം. പക്ഷെ നാളെ ഓഫീസ് ഉള്ളതല്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നാളെ ഓഫീസിൽ പോകുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്. സോ ആഫ്റ്റർനൂൺ വരെ നമ്മൾ ഫ്രീ ആണ്. സോ ഡോണ്ട് വറി. ഇച്ചായൻ CEO ആയ കാരണം ഇച്ചായൻ എപ്പോ വേണേലും ലീവ് എടുക്കാം. പക്ഷെ എനിക്കോ? നീ ഇപ്പൊ എന്റെ അസിസ്റ്റന്റ് അല്ലേ. സോ ഞാൻ എവിടെ പോകുന്നു അവിടെ ഒക്കെ എന്റെ കൂടെ നീയും വരണം. അപ്പൊ പിന്നെ നാളെ നീയും ഓഫീസിൽ പോകുന്നില്ല. ആ മീറ്റിംഗ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീയാ. അപ്പൊ നാളെയും പോകാം നീ ആഗ്രഹിച്ച സ്ഥലങ്ങളിലൊക്കെ. ശരിയാണല്ലേ. എന്നാ പിന്നെ വണ്ടി വിട്ടോ.
എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ഹണിമൂൺ ട്രിപ്പ്? ഹണിമൂൺ ട്രിപ്പോ? ഓ ഓ, ഇന്നലത്തെ ഞങ്ങൾ ഡൗട്ടിങ് ആണോ? ഏയ്, അതിന് ഹണിമൂണെന്നൊന്നും പറയാതെ നീ ഒറ്റ ദിവസം കൊണ്ട് ആരെങ്കിലും ഹണിമൂൺ പ്ലാൻ ചെയ്യും? ഞങ്ങൾ മാക്സിമം പോയൊരു 1 മന്തെങ്കിലും എടുക്കില്ലേ? ഇത് ജസ്റ്റ് ഒരു ഔട്ടിങ്, അത്രേ ഉള്ളൂ. എന്നാ ആ ഔട്ടിങ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലോ? ശേ, ഈ ഫോട്ടോസൊക്കെ ഇവർക്ക് എങ്ങനെ കിട്ടി? ഷോ, എന്താ ക്യൂട്ടല്ലേ ഞങ്ങള് കാണാൻ. ക്യൂട്ട് ഡാ, നീ അതിന്റെ താഴെയുള്ള ഹെഡിങ് ഒന്ന് നോക്ക്. ഇതിപ്പോ അത്ര കാര്യമാക്കാനൊന്നുമില്ലല്ലോ, സത്യമുള്ള കാര്യല്ലേ. ഞാൻ എന്റെ ചെക്കനായിട്ട് ഒന്ന് ഔട്ടിങ്ങിന് പോയി, ഇപ്പൊ 4 ആൾ അറിയുന്നതിൽ നിനക്കെന്തായിട്ട് പ്രശ്നം? എടാ മണ്ട, അതാദ്യം നിന്റെ എബിക്കറിയോ? ഓ, അങ്ങനൊരു സീനുണ്ടല്ലേ. ഇതവൻ കണ്ടിട്ടുണ്ടാവോ? ഏയ്, കാണാൻ വഴിയില്ല. അല്ലേ ഇപ്പൊ ഒരു കോളോ മെസ്സേജോ വരേണ്ടതാ. ഇതിന്റെ പിന്നിലെന്തായാലും നമ്മുടെ ഓഫീസ് സ്റ്റാഫ് തന്നെയോ. കാരണം അവൻ നിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ആകെ 2-3 ഡേയ്സേ ആയിട്ടുള്ളൂ. അപ്പൊ പിന്നെ എന്തായാലും ഇത് സ്റ്റാഫിന്റെ ഇടയിൽ നിന്ന് സ്പ്രെഡ് ആയത് തന്നെയോ. എന്തായാലും നീ അവനോടൊന്ന് സൂക്ഷിക്കാൻ പറഞ്ഞേക്കും. നിന്റെ ആ ഫാൻ ഗേൾസ് ചിലപ്പോ അവനെതിരെ തിരിയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വല്ലതും അവരുടെ അടുത്ത് നിന്നുണ്ടായോ പിന്നെ അവരെ ഈ ഓഫീസിൽ നിന്നല്ല ഒരു ഓഫീസിലും വർക്ക് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അവരെന്റെ ചെക്കനെ തൊട്ട് കളിക്കാൻ മാത്രം അത്രക്ക് ഗഡ്സ് അവർക്ക് ഉണ്ടാവില്ല. വീണ്ടും എടാ, അവൻ നിന്റെ ചെക്കനാണെന്ന് ആർക്കെങ്കിലും അറിയോ? ഇവൻ നീ പോലും ആരോടും പറഞ്ഞിട്ടില്ല. സോ ചിലപ്പോ അവര് വിചാരിക്കുക അവൻ നിന്റെ പിന്നാലെയാണെന്നായിരിക്കും. മൊത്തത്തിൽ കോംപ്ലിക്കേറ്റഡ് ആണല്ലോ കാര്യങ്ങള്. ഞാൻ ഏകദേശം അവനൊന്നും തെറ്റാക്കാൻ നോക്കിയതായിരുന്നു ഇന്നലെ തന്നെ, പക്ഷേ ചെക്കൻ പിടി തന്നില്ല. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, അടുത്ത എന്തെങ്കിലും ട്രൈ നോക്കാം. ഇതോടത്ത് നീ ടെൻഷൻ അടിക്കണ്ട, ഈ കാര്യം ഞാൻ ഏറ്റു. പിന്നെ അവൻ എന്റെ ചെക്കനാ. ഐ നോ ഹൗ ടു പ്രൊട്ടക്ട് ഹിം. എബി, നീ ഈ ന്യൂസ് കണ്ടോ? ഇന്ന് ഓഫീസ് ഗ്രൂപ്പിൽ വന്നതാ. ഇത് സോഷ്യൽ മീഡിയയിലും സ്പ്രെഡ് ആയിട്ടുള്ളതാ. നീ ഇന്നലെ സാറിന്റെ കൂടെ ഔട്ടിങ്ങിന് പോയോ? അത് ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് പോയപ്പോ വരുന്ന വഴി ഞാൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ. എന്നാ ന്യൂസ് വന്നേക്കുന്ന അങ്ങനെയല്ല. എന്തായാലും ജയ്സൽ സാർ ഇത് അറിഞ്ഞിട്ടുണ്ട്. സിയെ പറഞ്ഞത് കേട്ടു, അപ്പൊ ബോസ് പറഞ്ഞിട്ടുണ്ടാവും. നീ എന്തായാലും ഒന്ന് സൂക്ഷിച്ചോ, കാരണം ഇവിടെ ഓൾറെഡി സാറിന്റെ പിന്നാലെ ഒരുപാട് പേരുണ്ട്. പലരും ഈ ന്യൂസിനെ എടുത്തിരിക്കുന്നത് പല രീതിയിലാണ്. സോ ചിലപ്പോ നിന്റെ മേലൊരു അറ്റാക്കിന് സാധ്യതയുണ്ട്. ഞാൻ എന്തായാലും ബോസിനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ചെന്ന് പോയി സംസാരിക്കും. മേ ഐ കമിങ് സർ? യെസ്, കമിങ്. ആ ഡോർ ക്ലോസ് ചെയ്തേക്ക്. വാ, വന്നിരിക്ക. ഇനി പറ, എന്തു പറ്റി? ആ ന്യൂസ് കണ്ടിട്ടാണ് ഈ സാഡ് ഫേസിംഗിൽ. അത് വേണ്ട. പക്ഷെ ഇച്ചായ, അതൊന്നുമില്ല. ഇങ്ങനത്തെ പല റൂമറസും ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുന്നതാണ്. ഈ ഇൻഡസ്ട്രിയിലൊന്നും മാത്രമല്ല, എല്ലാ ഇൻഡസ്ട്രിയിലും ഇതുപോലുള്ള റൂമേഴ്സ് ഉണ്ടാവാറുണ്ട്. സോ അതൊക്കെ അതിന്റെ വഴിക്ക് വിട്ടാൽ മതി. നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കണ്ട. എനിക്കത് പ്രശ്നമല്ല. ഇച്ചായനത് ബാഡായി എഫക്ട് ചെയ്താലോ? ഈ ഒരു കാര്യത്തിൽ എന്നെ ആലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ട. എനിക്കിതിലൊരു പ്രശ്നവും വരില്ല. പിന്നെ പുറത്തൊന്നും ആരുമല്ലല്ലോ, നീയല്ലേ. സോ ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്. ഇതൊക്കെ കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. സോ നമ്മളത് കാര്യമാക്കണ്ട. പക്ഷേ ഇതിന്റെ പേരിൽ ഓഫീസിൽ ആരെങ്കിലും എന്നോട് മോശമായി പെരുമാറുക ചെയ്താൽ നീ എന്നോട് പറയാൻ മറക്കരുത്. ഇവിടുത്തെ ഉള്ളവരുടെ ക്യാരക്ടർ നിനക്ക് അറിയാവുന്നതല്ലേ. സോ നീ ഒന്ന് കെയർഫുൾ ആയിരിക്കണം. പിന്നെ നാളെ മുതൽ നീ എന്റെ ക്യാബിലിരുന്ന് വർക്ക് ചെയ്താൽ മതി. അതെന്തിനാ ചായ? അങ്ങനെയാവുമ്പോ ഈ റൂമറസ് ശരിയാണെന്നല്ല എല്ലാവരും വിചാരിക്കുക. നീ എന്റെ അസിസ്റ്റന്റ് അല്ലേ. സോ നമുക്ക് ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ അതുമല്ല,
ഇത് നിന്റെ സേഫ്റ്റിക്ക് കൂടി വേണ്ടിയാ. ഇവിടുത്തെ സ്റ്റാഫിന്റെ കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ. സോ ചിലപ്പോ അവർ നിന്നോട് ബാഡായി ബിഹേവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഞാനുള്ളപ്പോ എന്തായാലും അത് നടക്കില്ല. ഞാൻ അറിയാതെ എങ്ങാനും അവർ ചിലപ്പോ അതിന് ശ്രമിച്ചെന്ന് വരും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാ. ഓക്കെ. എന്നാ പിന്നെ എന്റെ മോൻ പോയി വർക്ക് ചെയ്യാൻ നോക്ക്. ഈ കാര്യം ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കുന്നത്. ഹേയ് കൺഗ്രാറ്റ്സ്. ആ സാമോ? കൺഗ്രാറ്റ്സോ? എന്തിന്? അത് പിന്നെ എന്തോ പ്രൊജക്ട് എന്തോ നീ പ്രസന്റ് ചെയ്തെന്നോ, നിന്റെ പ്രസന്റേഷൻ കാരണം ആ പ്രൊജക്ട് നിങ്ങൾക്ക് കിട്ടിയെന്നൊക്കെ ഞാൻ കേട്ടു. അതെങ്ങനെ സാം അറിഞ്ഞു? ഐ ആം എ പോലീസ് ഓഫീസർ, യുനോ. സോ എനിക്കറിയാൻ പറ്റും. അപ്പോ ഓഫീസില് സ്പൈ ഉണ്ടോ? സ്പൈ ഒന്നുമില്ല, എന്റെ ഫ്രണ്ട്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവര് വഴി അറിയാൻ കഴിഞ്ഞതാ. ഓ അങ്ങനെ. എന്നാ വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഏയ് അത് വേണ്ട സാം, ഞാൻ പൊയ്ക്കോളാം. അതുമല്ല, ഞാൻ ലേറ്റ് ആവും വീട്ടിലെത്താൻ. എനിക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് വേണം പോവാൻ. സോ ഓക്കെ ഓക്കെ, എന്തായാലും ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നില്ല. നീ എന്തായാലും ലേറ്റ് ആയിട്ടാ വീട്ടിൽ പോകുന്നത്. എന്നാ പിന്നെ അറ്റ്ലീസ്റ്റ് എന്റെ കൂടെ ഒരു കോഫിയെങ്കിലും കുടിക്കാവുന്നൂടെ? കോഫി ഓക്കെ. ഞാനെന്നാ എന്റെ ഫ്രണ്ടിനോടൊന്ന് കോൾ ചെയ്ത് പറയട്ടെ. ഫ്രണ്ടിനെ ഇത്ര കാര്യമാണോ? അല്ലെങ്കിൽ ആൾ ടെൻഷൻ അടിക്കും, അതാ. എന്താ ഇങ്ങനൊരു പേര്, സാമുവൽ പോള്? എന്റെ പേരിന് എന്താ ഒരു പ്രോബ്ലം? ഈ സാമുവൽ പോൾ എന്നൊക്കെയുള്ള പേര് കേൾക്കുമ്പോ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണെന്ന് തോന്നുന്നു. ഓഹോ, എന്നിട്ട് എന്നെ കണ്ടിട്ട് ഏജ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഏയ് അല്ല, ഞാൻ ക്രിറ്റിസൈസ് ചെയ്തതല്ല. സാം ഇവിടെ ജനിച്ചു വളർന്നല്ലേ, അപ്പൊ പിന്നെ കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള മോഡേൺ നെയിം ഒക്കെ അല്ലേ ഉണ്ടാവുക. എന്റെ ബോസിന്റെ ഒക്കെ നെയിം പോലെ റൂബൻ മാത്യു. ആ പേര് കേട്ടാൽ തന്നെ നമുക്ക് ആളെ കാണാതെ തന്നെ പറയാൻ പറ്റും, ഹീസ് എ യൂത്ത് ഐക്കൺ ആൻഡ് യു നോ ഹീസ് ഹാൻസം ടു. ഓ, നിനക്ക് നിന്റെ ബോസിന് വലിയ കാര്യമാണെന്ന് തോന്നുന്നല്ലോ. യാ, ഐ റെസ്പെക്ട് ഹിം എ ലോട്ട് ആൻഡ് ഹീസ് എ ബെസ്റ്റ് സിഇഒ ഐ എവർ സീ. ആള് എത്ര കൂളായിട്ട് ഓരോ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടുകയും സ്ട്രിക്റ്റ് ആവേണ്ടടുത്ത് സ്ട്രിക്റ്റ് ആവുകയും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടടുത്ത് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു യങ് ഏജിൽ തന്നെ ആൾ ഇത്രയും വലിയൊരു കമ്പനി ബിൽഡ് ചെയ്തില്ലേ. ഈവൻ ആളുടെ ഫാദറും ഒരു ബിസിനസ് മാൻ ആണ് ആൻഡ് മദർ ഒരു ഫാഷൻ മോഡലായിരുന്നു. സോ അവരുടെ ഒന്നും ഹെൽപ്പ് ഇല്ലാതല്ലേ ആൾ ഇതൊക്കെ ചെയ്തേ. ഹീസ് റിയലി എ ജീനിയസ്. ഓ മതി മതി നിന്റെ ബോസിനെ പൊക്കിയത്. പിന്നെ എന്റെ നെയിമിന്റെ കാര്യം, അതെന്റെ മോമിന്റെ ഫാദറിന്റെ നെയിമാ. ആള് എന്റെ മോം കുഞ്ഞായിരിക്കുമ്പോഴേ മരിച്ചു. ഞാൻ ജനിച്ചപ്പോ എന്റെ ഗ്രാൻഡ് പേ പോലെയാണെന്നാ എല്ലാവരും പറഞ്ഞു. സോ എന്റെ ഗ്രാൻഡ് പേയുടെ ഓർമ്മക്കായിട്ടാ എനിക്ക് ഗ്രാൻഡ് പേയുടെ പേരിട്ടെ. ഓ ഐ എം സോറി, എനിക്കറിയില്ലായിരുന്നു. ഐ എം റിയലി സോറി. ഡോണ്ട് സേ സോറി. ഇതിൽ സോറി പറയാനൊന്നുമില്ല. എനിക്കാണെങ്കിൽ അങ്ങനെ ഇമോഷണൽ ഡ്രാമാസും ഇല്ല. എന്റെ മോമിന്റെ ഹാപ്പിനെസ്, ദാറ്റ്സ് ഇറ്റ്. ഹേയ് ഡോണ്ട് ബി സാഡ് മാൻ. നമ്മുടെ നല്ലൊരു മൊമെന്റ് സ്പോയിൽ ആയല്ലേ. വന്നേ, നമുക്കൊരു ഐസ്ക്രീമും കൂടി കഴിച്ചിട്ട് ഈ മൂഡ് ഒന്ന് ചില്ലാക്കിയതിന് ശേഷം പിരിയാം. അല്ലേ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല നിന്റെ ഈ സാഡ് ഫേസ് കണ്ടോണ്ട് പോവാൻ. എങ്ങനെ ഉണ്ടായിരുന്നു ഫ്രണ്ടിന്റെ കൂടെയുള്ള ഔട്ടിംഗ്? അത് ഔട്ടിംഗ് ഒന്നുമല്ല, ഞങ്ങള് ജസ്റ്റ് ഒരു കോഫി കുടിച്ച് സംസാരിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഐസ്ക്രീം കഴിച്ചു.
ഓഹോ, അല്ല ഈ സാം ആരാ? നമ്മുടെ ഓഫീസില് അങ്ങനെ ഒരാളില്ലല്ലോ. അത് നമ്മളെ ഓഫീസിലുള്ളതല്ല, അത് ഇച്ചാന് മനസ്സിലായില്ലേ? അന്ന് നമ്മള് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോയപ്പോ അവിടെ ഉണ്ടായിരുന്ന സാറാ, സാമുവൽ പോൾ. സാമുവൽ പോളോ? അയാളെങ്ങനെ നിന്റെ ഫ്രണ്ടായേ? അത് പിന്നെ അന്ന് ഇച്ചാൻ എനിക്ക് ക്യാബ് ബുക്ക് ചെയ്ത് തന്നില്ലേ, സോ അന്ന് ഞാൻ അയാളെ മീറ്റ് ചെയ്തിരുന്നു. അയാൾക്ക് എവിടേക്കോ അർജന്റായിട്ട് പോകണമെന്ന് പറഞ്ഞു. സോ ആളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയ കാരണം എന്റെ വണ്ടിയിലാണ് കയറിയത്. ആളെന്നെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തിട്ടാ പോയെ. അന്ന് ഫ്രണ്ട് ആയതാ. ഓ, അല്ല എന്നിട്ട് എന്തു പറഞ്ഞു നിന്റെ സാം? എന്തു പറയാൻ, കൂടുതലൊന്നും പറഞ്ഞില്ല. എന്നാ പോയി ഫ്രഷ് ആയിക്കോ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. ഹലോ, സാമുവലിന്റെ ടാർഗറ്റ് എബി ആണെന്ന് തോന്നുന്നു. സോ എനിക്ക് അവന്റെ ഇന്റൻഷൻ അറിയണം. എന്തിനാണ് അവൻ എബിയെ ടാർഗറ്റ് ചെയ്യുന്നത്? ഓക്കെ, നോ, നാളെ തന്നെ.